Pastor Conrad DeFries, and the title of our Bible lesson today is The Authority of the Name of Jesus. ഇത് പാസ്റ്റർ കോൺറാഡ് ഡെഫ്രീസ്. ഇന്നത്തെ പഠന വിഷയം എന്ന് പറയുന്നത് യേശുവിന്റെ നാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഉള്ള അധികാരത്തെ കുറിച്ച് അത്രേ ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. At the moment you are born again and become a believer in Christ, He gives you the power of attorney to use His name. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു ദൈവ പൈതലായി മാറുമ്പോൾ നിങ്ങൾക്ക് ദൈവനാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു മുഖ്യർ ഇല്ലെങ്കിൽ അത് മറ്റൊരു അവകാശം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തക്കവണ്ണം അവകാശം നിങ്ങൾക്ക് ലഭിക്കുന്നു. This is not something that you receive because you are a Christian for a long time or anything. You receive it at the time of the new birth. ഇത് നിങ്ങളൊരു വളരെ വർഷങ്ങളായി നിങ്ങളൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ലഭിക്കുന്ന ഒരു വിഷയമല്ല. ഇത് നിങ്ങൾ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന സമയം മുതൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അധികാരപത്രമാകുന്നു. Many believers do not know or understand that they have been given the power of attorney. അനേക വിശ്വാസികൾക്ക് ദൈവമക്കൾക്കും അറിയുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല നമുക്ക് നൽകിയിരിക്കുന്നതായിരിക്കുന്ന മുക്തിയാർ അല്ലെങ്കിൽ അധികാരം ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി. The power of attorney to use the name of Jesus is very important. ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് വളരെ പ്രധാനമായ Just വിഷയമാണ്. because you do not understand it or did not know you have it does not mean it is not real. നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടോ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുവാനിട വരരുത്. The power of attorney means that when you use the name of Jesus, it is the same as if Jesus is doing it himself. മുക്തിയാർ എന്ന് പറയുന്ന നിയമപരവും സാമ്പത്തികവുമായ കാര്യങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നത് അത് എപ്രകാരമാണോ യേശു ക്രിസ്തു നിങ്ങൾ ചെയ്തെടുക്കുന്നു അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കുവാനുള്ള അധികാരമുണ്ട്. You do not have the power personally. The Holy Spirit is the one with the power. എന്നാൽ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് ആ ശക്തിയില്ല. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് അത് ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തിയുണ്ട്. The Holy Spirit dwells inside of every believer. എല്ലാ വിശ്വാസികളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉള്ളിൽ അടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. But you have to learn how to release the power of the Holy Spirit. എന്നാൽ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എപ്രകാരം പുറത്തു കൊണ്ടുവരണം എന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാകുന്നു. You can have the Holy Spirit in you for many years and not understand how to release the power of the Holy Spirit. നിങ്ങളുടെ ഉള്ളിൽ അനേക നാളുകളായി വർഷങ്ങളായി നിങ്ങൾക്ക് പരിശുദ്ധാത്മ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾ അത് പഠിക്കാത്തിടത്തോളം അതിനെ നിങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കോണം സാധിക്കുകയില്ല. Just like you can have electricity in your house but not know where the switch is to turn on the power. അത് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി കറണ്ട് ഉള്ളതുപോലെ പക്ഷേ അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് അറിയാത്ത പോലെ ഒരു അവസ്ഥയായിരിക്കും. You can have water in a pipe, but if you don't know how to turn the water on, it's as if you don't have it. നിങ്ങളുടെ ഭവനത്തിൽ വെള്ളമുണ്ട്, അതിനുള്ള പൈപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറക്കുവാൻ അറിയുന്നില്ല എങ്കിൽ അത് ഇല്ലാത്തതിന് സമമായിരിക്കുന്നെങ്കിൽ ഉപയോഗശൂന്യമായി പോകുന്നു. So we're speaking today on understanding more about the power of attorney to speak in the name of Jesus. യേശുവിന്റെ നാമം നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെ കുറിച്ചത്രേ ഇന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. If the policeman raises up his hand to stop the traffic, he has the authority but not the power. ഒരു പോലീസുകാരൻ നിങ്ങളെ ട്രാഫിക്കിൽ നിങ്ങൾ നിർത്തുവാൻ തക്കോട്ട് താൻ കൈ ഉയർത്തി നിൽക്കുമ്പോൾ തനിക്ക് അധികാരമുണ്ട്, തന്റെ മേലെ ഏൽപ്പിച്ചിരിക്കുന്ന അധികാരത്താലാണ് താൻ ചെയ്യുന്നത്. The government has given him the authority and the government has the power. എന്നാൽ അപ്രകാരം ചെയ്യുമ്പോൾ ആ പോലീസുകാരനല്ല ശക്തിയുള്ളത്, അത് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഗവൺമെന്റിന് അത്രേ ശക്തിയുള്ളത്. ആ പോലീസുകാരൻ അധികാരം മാത്രമാണ്. God has given the believer the authority
to defeat the enemy, but not the power in your strength. പിശാചിനെ ജയിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം ദൈവം നമുക്ക് ഓരോരുത്തരും നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനുള്ള ശക്തി ദൈവം നമുക്ക് നൽകിയിട്ടില്ല. When you speak in the name of Jesus, the Holy Spirit will bring the power. നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്രേ ശക്തിയാൽ നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത്. In the book of Hebrews, chapter 1 and verse 4, എബ്രായർ 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Jesus inherited from the Father the name of Jesus. യേശുക്രിസ്തു പിതാവിങ്കിൽ നിന്ന് യേശു എന്ന പദവി അല്ലെങ്കിൽ പേര് ലഭിച്ചെടുക്കുവാൻ തക്കവണ്ണമിടയായി. And that name is above every name that exists on the earth. ആ പേര് എന്ന് പറയുന്ന ലോകത്തിലുള്ള സകലത്തിലെക്കാട്ടിലും അല്ലെങ്കിൽ സകലത്തിന്റെയും അധിപതിയാകുന്നതായിരിക്കുന്ന ഒരു പേരാകുന്നു. In the book of Hebrews, chapter 2 and verse 9, എബ്രായർ 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says, Jesus has tasted death for every person. സകലർക്കും വേണ്ടി യേശു ക്രിസ്തു മരണത്തെ അറിയുവാൻ തക്കോണം ഇടയായെന്ന്. This is not talking about natural death. This is talking about spiritual death. ഇത് സ്വാഭാവികമായിരിക്കുന്ന മരണത്തെക്കുറിച്ചല്ല, ഇത് ആത്മീയമായിരിക്കുന്ന മരണത്തെക്കുറിച്ച് കാണിക്കുന്നത്. If it was natural death, then people would not die anymore naturally. ഇത് സ്വാഭാവിക മരണമാണെങ്കിൽ ജനങ്ങൾ പിന്നെ മരിക്കുവാൻ കൊണ്ടുമിടയാവുകയില്ല. When you are born again, you are redeemed from spiritual death. നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ നിങ്ങൾ ആത്മീയ മരണത്തിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കപ്പെടുവാൻ തക്കോണമിടയാകുന്നു. Until Jesus came, the devil had the power of spiritual death. ആത്മീയ മരണത്തിന്മേൽ യേശുക്രിസ്തുവിന്റെ വരവ് വരെയും പിശാചിന് അധികാരമുണ്ടായിരുന്നു. But everyone that is born again is redeemed from spiritual death. എന്നാൽ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച നാൾ മുതൽ ആ വ്യക്തികൾ അത്രയും വീണ്ടെടുക്കപ്പെടുവാൻ തക്കവണ്ണമിടയായി. In the book of Philippians, chapter 2 and verse 7, ഫിലിപ്പിയർ 2-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. it says, he made himself of no reputation. അവിടെ വായിക്കുന്നു, ഒന്നും വിചാരിക്കാതെ താൻ ദാസരൂപം എടുത്തുവെന്ന്. In the Greek, that means that he laid aside his powers as deity. ഗ്രീക്ക് പദത്തിൽ താൻ തനിക്ക് ലഭിച്ചിരുന്ന ദൈവിക ശക്തി അധികാരത്തെ താൻ മാറ്റിവെച്ചു നമുക്ക് വേണ്ടി എന്ന് കാണുവാൻ സാധിക്കുന്നു. Jesus is 100% God, but he's also 100% humanity. യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ താൻ 100% താൻ ദൈവമായിരുന്നു, എന്നാൽ അതേപോലെ 100% താൻ മനുഷ്യനുമായിരുന്നു. All of the things he did on the earth, he did them as the Son of Man, not as the Son of God. യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം മനുഷ്യപുത്രനായിരുന്നു അത്ര ചെയ്ത്, അല്ല ദൈവപുത്രനായിട്ടല്ല താൻ ചെയ്തത്. In Matthew chapter 16 and verse 13, മത്തായി 16-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Jesus said, "Who do men say that I, the Son of Man, am?" യേശുക്രിസ്തു ജനങ്ങൾ മനുഷ്യപുത്രൻ ആർ എന്ന് ചോദിക്കുന്നു. In the book of 1 John chapter 5 and verse 1, 1 യോഹന്നാൻ 5-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, he that believeth that Jesus is the Son of God is born of God. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന എല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു എന്ന്. In the Old Testament, Christ came as a burning bush and as a cloud of fire with the children of Israel. എന്നാൽ പഴയ നിയമത്തിൽ നോക്കുമ്പോൾ ക്രിസ്തു വന്നത് എരിയുന്ന തീച്ചുള പോലെയും അല്ലെങ്കിൽ കത്തുന്നതായിരിക്കുന്ന മുൾപടർപ്പ് പോലെയായിരുന്നു. He also came many times as the angel of the Lord. ദൈവത്തിന്റെ ദൂതനായി കൂടെ യേശുക്രിസ്തുവെ അവതരിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് പല ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ. But he always returned back to his deity in all of those times.
എന്നാൽ താൻ എല്ലായ്പ്പോഴും താൻ മടങ്ങി തന്നതായിരിക്കുന്ന ആ ദൈവിക രീതിയിലേക്ക് താൻ മടങ്ങി പോകുവാൻ തക്കോണം ഇടയായിട്ടുണ്ട്. In the book of Hebrews, chapter 2 and verse 16, എബ്രായർ 2-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ it says, He took not on him the form of angels, but he took the seed of Abraham. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. The word took there means to take on permanently and not go back to the original state. അവിടെ എടുത്തു എന്ന് പറയപ്പെടുന്നത് ചെറിയ രീതിക്ക് അല്ലെങ്കിൽ തൽക്കാലത്തേക്കല്ല, നിരന്തരമായിരിക്കുന്ന ഒരു Jesus, സ്ഥാനം when അത്ര he എടുത്തത്. came in humanity as the seed of Abraham, he will always be in a glorified human body. എന്നാൽ അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ കൂടെ ക്രിസ്തു ജനനം പ്രാപിക്കുമ്പോൾ എന്നേക്കുമായി ഒരു മനുഷ്യ സാദൃശ്യം, He മനുഷ്യ will രൂപം തനിക്ക് have the ലഭിക്കുവാനിടയായി. prints in his hands and his feet and in his side through all eternity. തന്റെ ശരീരത്തിലുള്ള തന്റെ രൂപങ്ങൾ, തന്റെ സകലതും എന്നേക്കും അത് അപ്രകാരം തന്നെ ആയിരിക്കുവാൻ തക്കുന്നുണ്ടാകുന്നു. When Jesus was upon the earth, he operated as the Son of Man. യേശു ക്രിസ്തു ഭൂമിയിലായിരിക്കുന്ന സമയമൊക്കെയും ദൈവത്തിന്റെ പുത്രനായിട്ടല്ല, മനുഷ്യപുത്രനായിട്ട് അത്രേ താൻ ആയിരിക്കാനിടയായത്. He had to come in a human body in order to have authority on the earth. ഈ ഭൂമിയിൽ അവകാശം അല്ലെങ്കിൽ അധികാരം സ്ഥാപിക്കുവാൻ തക്കവണ്ണം ഒരു മനുഷ്യ ശരീരം രൂപം എടുക്കേണ്ടത് ആവശ്യമായി തീർന്നു. Notice that after he received a glorified body, he did not heal the sick or raise the dead. അദ്ദേഹം ഒരു തേജസ്കരിക്കപ്പെട്ട ശരീരം യേശു ക്രിസ്തു പ്രാപിച്ചതിന് ശേഷം പിന്നീട് താൻ രോഗികളെ സൗഖ്യമാക്കുകയും മറ്റത്ഭുതങ്ങളൊന്നും ചെയ്താൽ കാണുന്നില്ല. In the book of Genesis, chapter 1, God gave human beings dominion and authority on the earth. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഭൂമിയിൽ മേൽ ദൈവം സകലവിധ അധികാരവും മനുഷ്യന് നൽകിയിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നു. Neither God nor the devil can do very much at all on the earth except through a human body. ദൈവത്തിനോ പിശാചിനോ മനുഷ്യരിൽ കൂടെ അല്ലാതെ മറ്റൊരു കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കോണം സാധിക്കുമായിരുന്നില്ല. The devil is looking for human beings that he can work through, and so is God. എപ്രകാരമാണ് പിശാച് ഒരു വ്യക്തിയിലൂടെ തനിക്ക് ക്രിയ ചെയ്യുവാൻ തക്കോണം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെ തന്നെ ദൈവവും ഒരു വ്യക്തിയിൽ കൂടെ തന്റെ പ്രവൃത്തി നിവർത്തീകരിക്കാൻ ആഗ്രഹിക്കുന്നു. The devil can't just attack people unless he can have a human being to work with. പിശാചിന് ഒരിക്കലും ഒരു വ്യക്തിയോട് പിശാചിന് ഇടപെടുവാൻ സാധിക്കത്തില്ല, ആ വ്യക്തി പിശാചിന്റെ കയ്യിൽ ഒരു ഉപകരണമായി തീരുന്നിടത്തോളം. Even the miracles that the devil does, someone in a human body has to pray to the devil, they have to speak it and believe it. He has to have a human to work with. പിശാചിനെ വിശ്വസിക്കുന്ന വ്യക്തികൾ അത്ഭുതം ചെയ്യുമ്പോൾ ആ വ്യക്തികൾ പിശാചിനോട് പ്രാർത്ഥിക്കുകയും വിശ്വസിക്കുകയും പ്രവർത്തിക്കാൻ ചെയ്താൽ മാത്രമേ പിശാചിന് ആ വ്യക്തികളിൽ കൂടെ പ്രവർത്തിക്കുവാൻ തക്കോണം ഇടയാകുകയുള്ളൂ. And it is the same way with God. He is looking for human beings today that he can dwell in them and speak through them on the earth. ദൈവം അപ്രകാരം ആഗ്രഹിക്കുന്നു, ഒരു മനുഷ്യനിൽ കൂടെ താൻ വസിക്കുകയും താൻ മനുഷ്യനെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നു. In Philippians chapter 2 verses 9 through 11, ഫിലിപ്പിയർ 2-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, talking about Jesus, he has given him a name above every name. സകല നാമത്തിനും മേലായിരിക്കുന്ന ഒരു നാമം യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ വായിക്കുവാൻ സാധിക്കുന്നു. That at the name of Jesus every knee has to bow and every tongue will confess. എന്നാൽ ആ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുമെന്നും ഇവിടെ വായിക്കുവാനിടയാകുന്നു. You say, yes, that was Jesus. He is the Son of God. He has the power. അപ്പോൾ നിങ്ങൾ പറയും, അതെ, അത് യേശുവാണ്, യേശു ദൈവപുത്രനാണ്, യേശുവിന് സകലവിധമായ അധികാരങ്ങളും ഉണ്ട് എന്ന്.
But Jesus did not do any miracles until he was about 30 years of age. എന്നാൽ യേശു ക്രിസ്തു 30 വയസ്സ് പ്രായമാകുന്നത് വരയ്ക്കും തന്നെ യാതൊരു തരത്തിലും ഒരു അത്ഭുതങ്ങളോ അത്ഭുത പ്രവൃത്തികളോ താൻ ചെയ്തിട്ടില്ലായിരുന്നു. In the book of Luke, chapter 3, Jesus was baptized of John in the Jordan River. യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനിൽ കൂടെ യേശു ക്രിസ്തു സ്നാനം സ്വീകരിക്കുന്നത് നമുക്ക് അവിടെ വായിക്കുവാൻ തൊക്കെ സാധിക്കുന്നു. It was only after the Holy Spirit came upon Jesus that he began to do miracles. എന്നാൽ അതിനുശേഷം പരിശുദ്ധാത്മാവ് പ്രാപന്ന രൂപത്തിൽ തന്റെ മേൽ വന്നതിന് ശേഷം മാത്രമാണ് താൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കോണമിടയായത് തുടങ്ങിയത്. He did not do miracles to prove he was the Son of God. He did miracles because the Holy Spirit came upon him. താൻ മനുഷ്യപുത്രനാണെന്ന് കാണിക്കുവാൻ തക്കോണം താൻ അത്ഭുതങ്ങൾ ചെയ്തിട്ടില്ല. താൻ തന്നിൽ ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ താൻ അത്ഭുതങ്ങൾ ചെയ്യുവാൻ തക്കോണമിടയായി. Jesus himself said, "Of my own self I can do nothing." യേശു ക്രിസ്തു പ്രകാരം പറഞ്ഞിരിക്കുന്ന സ്വയമേ എനിക്കൊന്നും ചെയ്യുവാൻ തക്കോണം സാധിക്കത്തില്ല. He was dependent upon the power of the Holy Spirit to do the work and bring the power. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണം യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ തക്കവണ്ണം സാധിക്കും. In the book of Acts, chapter 10 and verse 38. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, how God anointed Jesus with the Holy Ghost who went about doing good. യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നോട് വായിക്കുവാൻ സാധിക്കുന്നു. God does not need to be anointed. He is already anointed. ദൈവത്തിന് അഭിഷേകം പ്രാപിക്കേണ്ടതായിരിക്കുന്ന ആവശ്യം ഇല്ലായിരുന്നു, കാരണം ദൈവം മുന്നമേ തന്നെ അഭിഷേക്തനാണ്. But Jesus operated as Son of Man and he needed to be anointed. എന്നാൽ യേശുക്രിസ്തു ഭൂമിയിലായിരിക്കുമ്പോൾ മനുഷ്യപുത്രനായിരുന്നത് കൊണ്ട് താൻ അഭിഷേകം പ്രാപിക്കേണ്ടത് ആവശ്യമായി തീർന്നു. In the book of Luke, chapter 4 and verse 1, ലൂക്കോസ് 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, Jesus was full of the Holy Ghost and power. അവിടെ വായിക്കുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു യേശുക്രിസ്തു എന്ന്. He was not born as a baby this way, but when he was 30 years of age, God anointed him. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതായിരിക്കുന്ന ഒരു ശിശുവായിട്ടല്ല ജനിച്ചത്, എന്നാൽ 30 വർഷം കഴിയുമ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ സ്ഥാനമെടുത്തതിനു ശേഷം ആത്മാവ് പരിശുദ്ധാത്മ നിറഞ്ഞ തീരുമാനിക്കുകയാണ്. അത് അപ്രകാരമാണ് എല്ലാ വിശ്വാസികൾക്കും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഉള്ളത്. We do not have the power of God in our own human ability. നമ്മുടേതായിരിക്കുന്ന സ്വന്തം ശക്തിയാൽ നമുക്ക് ഒന്നും ചെയ്യുവാൻ തക്കവണ്ണമുള്ള ശക്തി നമുക്കില്ല. There are two things necessary to have the power of God on the earth today. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാകുന്നു. The first one is you have to be in a human body that is alive on the earth. ഈ ഒന്നാമത്തെ കാര്യം, ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഒരു ശരീരം നിങ്ങൾക്കുണ്ടായിരിക്കണം എന്നുള്ളതാകുന്നു. When your body is dead, you no longer have authority on the earth. എന്നാൽ നിങ്ങളുടെ ശരീരം മരണപ്പെട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു അധികാരവും ഉണ്ടാകുകയില്ല. The number 2 reason, when you are born again, the Holy Spirit comes to dwell inside of you. എന്നാൽ രണ്ടാമത്തെ കാര്യം, നിങ്ങൾ വീണ്ടും ജനനം പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുവാൻ തക്കവണ്ണം കടന്നു വരുവാനിടയാകും. In 1 Corinthians chapter 3 and verse 16, 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, know ye not that ye are the temple of God and the Holy Spirit dwells in you forever? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്നവിടെ വായിക്കുവാൻ സാധിക്കുന്നു. In the book of Mark, chapter 14 and verse 12,
മർക്കോസ് 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം വായിക്കുന്നു. In the book of John, John chapter 14, verse 12. യോഹന്നാൻ 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. Jesus said, "The works that I do shall you do also." അവിടെ പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുമെന്ന് പറയുവാൻ തക്കവണ്ണമിടയാകുന്നു. In verses 13 and 14, അതിന്റെ 13-ഉം 14-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ he said, "Whatever you ask in my name, that will I do." നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് അപേക്ഷിക്കുന്നുവോ അത് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് അവിടെ വായിക്കുവാനിടയാകുന്നു. The word ask is not a prayer in that place. It means in the Greek, whatever you demand in my name, he will do it. അവിടെ ചോദിക്കുക എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയല്ല. ഗ്രീക്ക് പദത്തിൽ ചോദിക്കുമ്പോൾ നിങ്ങൾ അവകാശപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ അത് ശക്തമായിട്ട് നിങ്ങൾ ചോദിക്കുക എന്നത്രേ. You are not demanding of God, but you are demanding circumstances, or you're demanding the enemy to go away. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ സാഹചര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ പിശാചിനോട്, നിങ്ങളുടെ ശത്രുവിനോട് മാത്രമേ നിങ്ങൾ പലപ്പോഴും എതിർക്കുവാൻ തക്കവണ്ണമിടയാകുന്നത്. He is giving the believers the power of attorney to use the name of Jesus. എന്നാൽ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം മാത്രമേ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകുവാൻ തക്കവണ്ണമിടയാകുന്നത്. In the book of Mark, chapter 16 and verse 17, മർക്കോസ് 16-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ, in my name you will cast out devils. അവിടെ പറയുന്നു, എന്റെ നാമത്തിൽ നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന്. In Luke 10:19, ലൂക്കോസ് 10:19 വായിക്കുമ്പോൾ, I give you power over all the power of the enemy. സകല ശത്രുവിന്മേൽ നിനക്ക് ഞാൻ അധികാരം നൽകിയിരിക്കുന്നു എന്ന് അവിടെ വായിക്കുവാനിടയാകുന്നു. That word power in the Greek means authority. I give you authority to use the name of Jesus. ശക്തി എന്ന വാക്ക് ഗ്രീക്കിൽ പദം ഉപയോഗിക്കുമ്പോൾ അവിടെ അധികാരം അത്രേ പറയും, സകലത്തിന്മേൽ നിനക്ക് അധികാരം നൽകിയിരിക്കുന്നുവെന്നാണ്. In the book of Matthew, chapter 28, in verse 18 and 19, മത്തായി 28-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം വായിക്കുമ്പോൾ, Jesus said, "All power in heaven and earth is given unto him." സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുന്നു. In verse 19, he sends you forth and he delegates that authority to you on earth. എന്നാൽ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിങ്ങൾ പുറപ്പെട്ടു പോയി എന്ന് ദൈവം നമ്മളോട് അധികാരത്തോടെ പറയുവാൻ തക്കവണ്ണമിടയാകുന്നു. Every believer today, even the smallest believer, has the power of attorney to use the name of Jesus. എല്ലാ വിശ്വാസികൾക്കും ദൈവത്തിന്റെ ശക്തി ഉപയോഗിക്കുവാൻ, നാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരപത്രം ദൈവം നൽകിയിരിക്കുന്നു. In the book of John, chapter 16 and verse 23, യോഹന്നാൻ 16:23 വാക്യം കൂടെ വായിക്കുമ്പോൾ, whatever you ask the Father in my name, he will do it. That is a prayer. നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എന്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും, അതൊരു പ്രാർത്ഥനയാകുന്നു. In the book of John, chapter 15 and verse 7, യോഹന്നാൻ 15:7 വായിക്കുമ്പോൾ, if you abide in me and my words abide in you, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ, then you can ask what you will and it will be done to you. നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും എന്നോട് വായിക്കുവാനിടയാകുന്നു. The word ask there is not a prayer. It means whatever you demand in the name of Jesus, he will do. അവിടെ ചോദിക്കൂ എന്ന് പറയുന്നത് അതൊരു പ്രാർത്ഥനയല്ല, അതൊരു അവകാശമായിട്ട് അത്രേ പറയുവാൻ തക്കോണം ദൈവം നിങ്ങളോട് കൽപ്പിക്കുന്നത് അല്ലെങ്കിൽ അറിയിക്കുന്നത്. If you look this up in the Greek dictionary, it will have the word demand. എന്നാൽ നിങ്ങൾ ഈ പദം നിങ്ങൾ ഗ്രീക്ക് ഡിക്ഷണറി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവിടെ അവകാശം എന്നത്രേ പറയപ്പെടുന്നു. നിങ്ങൾ അവകാശത്തോട് ചോദിക്കുക എന്ന്.
You are not demanding of God, but you're demanding of the demons, and you're demanding the circumstances to change. നിങ്ങൾ ദൈവത്തോടല്ല നിങ്ങൾ അവകാശം പറയുന്നത്, നിങ്ങൾ പിശാചിനോട് നിങ്ങളുടെ സാഹചര്യങ്ങളോട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവകാശത്തോട് നിങ്ങൾ കൽപ്പിക്കുന്നത്. You do not have the power in yourself, but you have been given the authority to use the name of Jesus. നിങ്ങളിൽ ശക്തിയില്ല, എന്നാൽ ദൈവത്തിന്റെ നാമം ഉപയോഗിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അധികാരപത്രം നിങ്ങൾക്ക് ദൈവം നൽകുന്നത് മുഖാന്തരം നിങ്ങൾക്കും അധികാരം ലഭിക്കുന്നു. In the book of Matthew, chapter 18 and verse 19, മത്തായി 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, where two agree together in his name, he says, he is there with you. ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരെ യാചിക്കുന്ന ഏത് കാര്യത്തിലും ഐക്യമെത്തപ്പെട്ടാൽ അത് സ്വർഗസ്ഥൻ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. He said, I give you the keys to the kingdom of heaven. സ്വർഗത്തിലെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്നുള്ള വായിക്കുവാനിടയാകുന്നു. Whatever you bind on earth will be bound in heaven. നിങ്ങൾ ഭൂമിയിൽ എന്തൊക്കെ കെട്ടുന്നു അത് സ്വർഗത്തിലും കെട്ടപ്പെടുമെന്നും. In Acts chapter 3, there was a lame man at Gate Beautiful. സുന്ദരമെന്ന ദേവാലയത്തിന്മേൽ അവിടെ മുടന്തനായിരിക്കുന്ന വ്യക്തിയെ കുറിച്ച് കാണുവാൻ കൊണ്ട് സാധിക്കുന്നു. Peter and John said, such as I have, I give to you in the name of Jesus, rise and walk. പൊന്നും വെള്ളിയും എന്റെ കയ്യില്ല, എന്നാൽ ദൈവശേഷുവിന്റെ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കുക എന്ന് പറയുന്നിടയായി. In the book of James, chapter 4 and verse 7, യാക്കോബ് 4-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, submit to God, resist the devil, and he will flee from you. അവിടെ വായിക്കുന്നു, ദൈവത്തിന് കീഴടങ്ങിയിരിപ്പിൻ, പിശാചിനോട് എതിർപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. Notice the first thing you do, you submit yourself to the will of God. എന്നാൽ ആദ്യം അവിടെ പറയപ്പെടുന്നു, നിങ്ങൾ ദൈവത്തിന് നിങ്ങൾ കീഴടങ്ങിയിരിക്കണമെന്നാണ്. Then you can resist the devil, and the devil will flee away from you. നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുമ്പോൾ അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് പിശാചിനോട് എതിർത്ത് നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പിശാച് നിങ്ങളെ വിട്ട് ഓടിപ്പോകുവാനിടയാകും. In the book of Ephesians 4:27, എഫീസ്യർ 4-ാം അധ്യായം അതിന്റെ 27-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, it says, do not give a place to the devil. അവിടെ വായിക്കുന്നു, പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കരുത് എന്ന്. You have the authority to not let the devil get in. നിങ്ങൾക്ക് പിശാചിന് ഇടം കൊടുക്കാതെ ഇരിക്കുവാൻ തക്കവണ്ണമുള്ള അധികാരം നിങ്ങൾക്കുണ്ട്. The devil does not have authority unless you allow him to have authority. പിശാചിന് നിങ്ങൾ ഇടം കൊടുക്കാത്തിടത്തോളം പിശാചിന് ഒന്നിന്മേൽ അധികാരം ഉണ്ടാകുകയില്ല, അല്ലെങ്കിൽ അധികാരമില്ല. God has given every Christian, every believer the power of attorney. എന്നാൽ എല്ലാ വിശ്വാസികൾക്കും ക്രിസ്ത്യാനികൾക്കും ദൈവത്തിന്റെ നാമം യേശുവിന്റെ നാമം ഉപയോഗിക്കുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. We will be teaching more and more to more understanding how to use the name of Jesus. എന്നാൽ ദൈവത്തിന്റെ നാമം യേശുവിന്റെ നാമം എപ്രകാരം ഉപയോഗിക്കണമെന്നുള്ളത് നമ്മൾ തുടർന്നുള്ള പഠനത്തിൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. I want you to pray this prayer out loud to receive Jesus Christ as your Savior today. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. I believe Jesus Christ died on the cross and rose from the dead for my sin. എന്റെ പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുകയും തന്നെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Right now, I receive Jesus Christ as my Savior. ഈ സമയം തന്നെ ഞാൻ യേശു ക്രിസ്തുവിനെ എന്റെ സ്വന്തം രക്ഷിതാവും ദൈവവുമായി ഞാൻ സ്വീകരിക്കുന്നു.
If you prayed that prayer from your heart, you are born again. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ പ്രാർത്ഥന കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയാകുന്നു. Get into a good strong church and day by day learn more and more about Jesus and about the Bible. He loves you. Amen. ഒരു നല്ലൊരു സഭയിലേക്ക് കടന്നു പോകുക, ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തിന്റെ ആഴത്തിന്റെ മർമ്മങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുക. ദൈവത്തോട് നിങ്ങൾ കൂടുതൽ അടുത്തു വരുവാനും നിങ്ങൾക്കിടയായി തീരട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.